സംസ്ഥാന ബഡ്ജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കോട്ടയത്തെ റബ്ബർ കർഷകരൊക്കെ തന്നെ കാത്തിരുന്നത്. പക്ഷേ റബ്ബർ കർഷകർക്ക് ഗുണകരമായ ഒന്നും തന്നെ ഈ ബഡ്ജറ്റ് ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് താങ്ങുവില ഉയർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഈ കർഷകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ല. എനിക്കിപ്പോൾ കുറച്ച് റബ്ബർ കർഷകർ കൂടി ചേരുകയാണ്. ചേട്ടാ, ബഡ്ജറ്റ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പോരായ്മയുള്ള ഒരു ബഡ്ജറ്റാണ്. കർഷകർക്ക് ഒരു ആനുകൂല്യങ്ങളും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ജോലിക്കാർ മാത്രം ജീവിച്ചാൽ മതി, കർഷകർക്ക് ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട, ഒന്നും കൊടുത്തില്ലെങ്കിലും അവർ ജീവിച്ചോളും എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഈ താങ്ങുവില ഉയർത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. താങ്ങുവില ഉയർത്തുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. വെറും പറയാനായി പോയി ബഡ്ജറ്റിൽ. താങ്ങുവില എത്ര ആക്കുമെന്നൊക്കെ ആയിരുന്നു നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? 200 രൂപയെങ്കിലും ഉണ്ടാവും എന്നുള്ളതായിരുന്നു. അത് വർദ്ധിപ്പിച്ചിട്ടില്ല. വില കർഷകർക്ക് ന്യായമായ വില കിട്ടാനുള്ള യാതൊരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വളരെ പ്രതിഷേധം ഉണ്ട് കാര്യത്തിൽ. താങ്ങുവില കുറച്ചുകൂടെ കൂട്ടിക്കിട്ടേണ്ടതാണ്. കൂടുതൽ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയില്ല. കഴിഞ്ഞ തവണ 10 രൂപയെങ്കിലും കൂട്ടി, ഇത്തവണ അതുമില്ല. അതെ, അതുമില്ല. റബ്ബറിന്റെ വാക്ക് തന്നെ ബഡ്ജറ്റിലില്ലായിരുന്നു. തീർത്തും നിരാശാജനകവും കേരളത്തിലെ റബ്ബർ കർഷകരെ അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ബഡ്ജറ്റ് വന്നു. അതിനെ ഇവിടെയുള്ള കേരള സർക്കാരും അതോടൊപ്പം തന്നെ പി പ്രസാദും ഒക്കെ വളരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അതേക്കാളും വളരെ മോശമായിട്ടാണ് കേരളത്തിലെ ബഡ്ജറ്റ് ഇപ്പം ഈ റബ്ബർ കർഷകരോടുള്ള അവഗണനയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബറിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് ഒരു 250 രൂപയെങ്കിലും ആക്കുന്ന തലത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ, കാരണം വർദ്ധിച്ച നമുക്ക് വെട്ടുകൂലി കൂടുതലായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വളത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു 250 രൂപയെങ്കിലും റബ്ബറിന് കിട്ടത്തക്ക രീതിയിലേക്കുള്ള സംവിധാനം മുന്നോട്ട് പോയെങ്കിൽ ആവർത്തന കൃഷിക്ക് തന്നെ ഇവിടെ വിലക്കുറവാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കൂടുതൽ തുക അനുവദിച്ചു, 1.5 ലക്ഷം വരെ. നമുക്കിപ്പോഴും കിട്ടുന്ന 25,000-30,000 രൂപയാണ്. അതും ഗണ്യമായിട്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്ന ഒരു തരത്തിലേക്കാണ് റബ്ബർ കൃഷി ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാത്ത തലത്തിലേക്കാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. അവിടെയുള്ള കർഷകർ തന്നെയല്ല, കേരളത്തിലെ മുഴുവൻ റബ്ബർ കർഷകരെയും അവഗണിക്കുന്ന തരത്തിലുള്ള തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയൊക്കെ ആക്കുമെന്നായിരുന്നു രണ്ടാം LDF സർക്കാരിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അവർ കയറിപ്പം തൊട്ടേ പറഞ്ഞാണ് 250 മിനിമം താങ്ങുവില ആക്കുമെന്നും പറഞ്ഞാൽ കയറിയത്. പക്ഷേ 9 വർഷം ആകാൻ പോവാണ്. ഇതുവരെയായിട്ടും അതിനുള്ള യാതൊരു അടിസ്ഥാനവില യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. 200 രൂപ മുകളിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല. റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം അത് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അപേക്ഷ കൊടുത്ത് ഷീറ്റ് വിറ്റ് അല്ലെങ്കിൽ വർപ്പാൽ വിറ്റ് അതിൻ്റെ രസീത് കൊണ്ടുപോയി കൊടുത്തിട്ട് പോലും പലർക്കും കിട്ടാത്ത ഒരവസരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ അതും ഇല്ല ഇതും ഇല്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പം കേരളത്തിലെ റബ്ബർ കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്ങുവിലയിൽ 1 രൂപയുടെ വർധനവ് പോലുമില്ല. അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകരൊക്കെ സംബന്ധിച്ച് ഒരു നിരാശയുള്ള ഒരു ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിനോജ്, മാതൃഭൂമി ന്യൂസ്.